I2I ന്യൂസ് സുനിൽ മാത്യു കലാപകാരിയോ? 2-3 ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ നന്നേ വൈകിട്ട്, സൂക്ഷ്മമായി പറഞ്ഞാൽ രാത്രി 12:30-ക്ക് ശേഷം I2Iയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ഒരു തോതുവരെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു. ഞാൻ അത് സംബന്ധമായി രാത്രിയുടെ യാമങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ഇത് സംബന്ധമായി എന്നെപ്പോലെയുള്ള വ്യക്തിക്ക് ഉണ്ടാകേണ്ട ചുമതല ബോധം എന്താണ് എന്ന പ്രാർത്ഥനയോടുകൂടെ തന്നെ ഞാൻ പരിഗണിച്ചു. അതിൻ്റെ ഫലമായി ഏതാണ്ട് വെളുപ്പിനെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വ്യക്തത, അത് സംബന്ധമായി അതിനുശേഷം നടത്തിയ അന്വേഷണം, ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. I2I ചാനലിൻ്റെ ഫൗണ്ടർ CEO ആയിരിക്കുന്ന സുനിൽ മാത്യുവിനെ പോലീസ് അകത്താക്കാനുള്ള ശ്രമത്തിലാണ് എന്ന ഉള്ളടക്കത്തോടു കൂടെയുള്ള ആ ഒരു വീഡിയോ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലായ വിധത്തിൽ എന്തെങ്കിലും ഇനാക്യുറസി ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ആ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. ഇത് സംബന്ധമായിട്ടുള്ള എൻ്റെ നിലപാടുകൾ എന്താണ്, അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ്, ഇതാണ് എൻ്റെ ഉള്ളടക്കം. ഞാൻ അധികം സമയം ആമുഖത്തിന് ചിലവഴിക്കാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ബിലീവേഴ്സ് ചർച്ചിൻ്റെ തിരുവനന്തപുരം ആസ്ഥാനമായി താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബിഷപ്പ് മാത്യു മോർ സിൽവാനസ്, അദ്ദേഹത്തിൻ്റെ ഈ അവതാരമാകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പേര് ജോജോ മാത്യൂസ് എന്നായിരുന്നു. ഈ മാത്യൂസ് അവിടെ ഉണ്ടോ, ഈ ജോജോ എങ്ങനെയാണ് മോറും സിൽവാനസുമായെന്ന് നമുക്കറിയില്ല, കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പരാതിയിലുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം, കാലം ചെയ്ത KP യോഹന്നാൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ പിറകിൽ ചില സ്ഥാപിത താൽപ്പര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദുരൂഹതയടങ്ങിയ ഈ മരണത്തെപ്പറ്റി വേണ്ടതുപോലെ ഒരു അന്വേഷണം ഉണ്ടാകണം. അങ്ങനെ അന്വേഷണം ഉണ്ടാകണമെന്ന് I2I ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ച പശ്ചാത്തലം എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഇവയൊക്കെ കാണിച്ച് മെയ് മാസം 28-ാം തീയതി ശ്രീ സുനിൽ മാത്യു ഈ സംസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP പോലീസ് ഒരു പരാതി, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന വിധത്തിൽ, ഇൻവെസ്റ്റിഗേഷനല്ല ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന വിധത്തിൽ അയച്ചു. അതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിൻ്റെ ഒരു കോപ്പി ലഭിക്കാൻ ശ്രമിച്ചു, അതിൽ സഫലീകരിച്ചു. അത് ഞാൻ മുഴുവൻ വായിച്ചു നോക്കി. ഏതാണ്ട് 10-16 പേജിലുള്ള വളരെ വിശദാംശങ്ങളുള്ള ദീർഘമേറിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. അത്രയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഗവേഷണം നടത്തി, വളരെയധികം ക്ലേശിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അത് സാധാരണ ആളുകളെ കൊണ്ട് സാധ്യമല്ല എന്നത് എൻ്റെ മനസ്സിൽ കടന്നൊരു ചിന്തയാണ്. ഏതായാലും അങ്ങനെ ശ്രീ KP യോഹന്നാൻ്റെ മരണം ദുരൂഹതയുള്ളതാണ്, അതിൽ അന്വേഷണം ഉണ്ടാകണം എന്ന ഒരു ന്യൂസ് ചാനൽ രേഖാമൂലം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനോട് പരാതി ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു സഭയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്.
എന്നാൽ ഈ മാത്യൂസ് മോർ സിൽവാനസ് എന്ന് പറയുന്ന ബിഷപ്പിന് അങ്ങനെയാണ് തോന്നുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആർക്കും അത് തോന്നാൻ സാധ്യമല്ല. അങ്ങനെ തോന്നണമെങ്കിൽ ഒരു സാഹചര്യത്തിൽ മാത്രമേ തോന്നുകയുള്ളൂ. ഇത് സംബന്ധമായ സംശയങ്ങൾ ഈ സഭയ്ക്കുള്ള ഉള്ളിലുള്ള ആളുകളിൽ അവിടെ ഇവിടെയും ഉണ്ട് എന്നൊരു സംശയമുണ്ടെങ്കിൽ മാത്രമേ ആ സംശയത്തിന് ഇപ്രകാരമുള്ള ഒരു നടപടിയിൽ കൂടെ പ്രോത്സാഹനം പ്രാപിക്കുകയും അത് ഒരു പക്ഷേ ഇപ്രകാരം ഒരു വിള്ളലിലേക്ക് വഴിതെളിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുവാൻ ഇടയാകും. അത് ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ സഭയ്ക്കുള്ളിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറയുന്നു, മാത്രവുമല്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ സുദീർഘമായ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് ഇതേപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സഭ പിളരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അത് ദയവായി എന്നെ അറിയിക്കാം. ഇത് സംബന്ധമായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്തകളാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് നിഷ്പക്ഷമായി ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ മാത്രമാണ്. എനിക്ക് ബിലീവേഴ്സ് ചർച്ചിനോട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് I2I ചാനലിനോടും ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. ഏകദേശം ഒരു വർഷം മുൻപ് വരെ, 1.5 വർഷത്തിന് മുൻപ് വരെ ഞാൻ സഹകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ എൻ്റേതായ ഒരു വളരെ ചെറിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് സുനിൽ മാത്യുവിനോടുള്ള നിസ്സഹരണം കൊണ്ടോ അദ്ദേഹം ചെയ്യുന്ന ദൗത്യത്തോട് ഏതെങ്കിലും വിധത്തിൽ ബഹുമാനം കുറവായതുകൊണ്ടോ അല്ല. എൻ്റെ ദർശനവും എൻ്റെ ദൗത്യവും അല്പം വ്യത്യസ്തമാണ്. ഞാനൊരു മീഡിയ പ്രവർത്തകനല്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല. വാസ്തവത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സുനിൽ മാത്യുവിനുള്ള കഴിവിനെപ്പറ്റി ഞാൻ അത്ഭുതത്തോടു കൂടെയാണ് ചിന്തിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇന്നും ഞാൻ അത്ഭുതത്തോടു കൂടെയാണ് ശ്രീ സുനിൽ മാത്യുവിൻ്റെ കഴിവിനെപ്പറ്റി ഓർക്കുന്നത്. മാധ്യമലോകത്ത് എനിക്ക് സുനിലിൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. പക്ഷേ എൻ്റെ മേഖല അതല്ല. ഞാനൊരു ചിന്തകനാണ്, ഞാനൊരു അന്വേഷകനാണ്, ഞാനൊരു തിയോളജിയനാണ്, ഞാനൊരു ഗ്രന്ഥകർത്താവാണ്. അപ്പോൾ എൻ്റെ താല്പര്യങ്ങളും എനിക്ക് ജനത്തിന് നൽകാവുന്ന സംഭാവനകളും സുനിൽ മാത്യുവിൻ്റെ ആ സാധ്യതകളും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ചാനൽ തുടങ്ങി എനിക്ക് നൽകാവുന്ന വേറിട്ട സംഭാവനകൾ, ഒരു പക്ഷേ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത സംഭാവനകൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് എൻ്റേതായ ചാനൽ കൂടെ മാത്രമാണ് സാധിക്കുന്നത് എന്നൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഏതാണ്ട് 1.5 വർഷത്തിന് മുൻപ് ഞാൻ എൻ്റേതായ ഒരു ചാനൽ തുടങ്ങി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സുനിൽ മാത്യു വിട്ട ഈ ഒരു വീഡിയോ വളരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതും അർദ്ധരാത്രിയിൽ ആണ് അങ്ങനെയായിപ്പോൾ. അപ്പോൾ ഞാനിതിനകത്തൊരു തേർഡ് പാർട്ടിയാണ്. എനിക്കതിനകത്ത് രണ്ട് സൈഡിനോടും യാതൊരു വിധത്തിലുള്ള മമതയോ കടപ്പാടോ ഇല്ല. പക്ഷേ ഒരു ചുമതല ബോധമുള്ള പൗരൻ എന്ന നിലയിൽ, നീതിബോധമുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ, സത്യവും നിയമവാഴ്ചയും നടക്കണം എന്ന താല്പര്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു സാഹചര്യം എന്നിൽ ഉണർത്തുന്ന ചിന്തകൾ എന്താണ്, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കിടുവാനുള്ളത്. അപ്പോൾ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് ബിലീവേഴ്സ് ചർച്ചിലെ ഭാരവാഹികളാണ്. നിങ്ങളുടെ സഭ ഇത്ര ബലഹീനമായത് എങ്ങനെയാണ്? ഒരു ന്യൂസ് വന്നാൽ സഭ പിളർന്നു പോകും, ആളുകളിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാകും, ഭിന്നിപ്പെന്ന് പറയും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ദയവായി നിങ്ങൾ ആളുകളെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് അതിനകത്ത് ബുദ്ധി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ട്. രണ്ടാമതായിട്ട്, ആരെങ്കിലും ഇപ്രകാരമുള്ള ക്ലേശകരമായ ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരു സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല, നന്നേ അധ്വാനിക്കണം. അതിന് ഒരു മോട്ടീവ് വേണം. ഇപ്പോൾ നിയമപരമായി പോലും പറഞ്ഞാൽ ഒരുത്തനൊരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ മോട്ടീവ് എന്താണ്, അതിൻ്റെ വെളിച്ചത്തിൽ വേണം അതിൻ്റെ അർത്ഥവും അതിൻ്റെ
കുറ്റത്തിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് ശ്രീ സുനിൽ മാത്യുവിന് എന്താണ് നേടാൻ സാധിക്കുന്നത്? ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് അവിടെ നേട്ടമുണ്ടാകുമോ? എനിക്കറിഞ്ഞുകൂടെ, ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ശ്രീ KP യോഹന്നാൻ്റെ അഭാവം നന്നേ അനുഭവിക്കുന്നു, ദുഃഖിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തെ, സഭയുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായെന്ന് വിചാരിക്കും, അദ്ദേഹം ഇങ്ങനെ ഒരിക്കലും കൈകാര്യം ചെയ്യുമായിരുന്നില്ല. എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. ഒരിക്കലും അദ്ദേഹം ഉടനെ ഒരു FIR ഇട്ടു, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, അത് ഒരിക്കലും ചെയ്യില്ല. അദ്ദേഹം വളരെ പക്വതയോടുകൂടെ സുനിൽ മാത്യുവിനെ വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇതിൻ്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ ഉള്ള പക്വതയുള്ള ആരും ഈ സഭയിലില്ലേ എന്ന് തന്നെ നന്നേ അലട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ ഭാവിയെപ്പറ്റി എനിക്ക് വലിയ ചിന്താഭാരമുണ്ട്. ഒരു സഭയുടെ ഭാവി സുനിശ്ചിതമാക്കണമെങ്കിൽ കെൽപ്പുള്ള, പക്വതയുള്ള, വ്യക്തിത്വമുള്ള, ആത്മീയമായ അധികാരമുള്ള നേതൃത്വം വേണം. അതൊന്നുമില്ലാതെ തുമ്മിയാലുടനെ FIR ഇട്ടു, കോഴി മുട്ടയിടുന്നത് പോലെ FIR ഇട്ടു, അതുകൊണ്ട് വലിയ കാര്യമാണ്, പിന്നെ പോലീസിനെ കൊണ്ട് ആളുകളെ പേടിപ്പിച്ചു വിരട്ടി, അങ്ങനെയാണ് ഒരു സഭ മുൻപോട്ട് പോകുന്നതെങ്കിൽ അധികം മുൻപോട്ട് പോകത്തില്ല, സംശയിക്കേണ്ട. സുനിൽ മാത്യുവിൻ്റെ സഹായം ആവശ്യമില്ല. നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും അന്താളിപ്പും ഉണ്ടാക്കുവാൻ നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് തന്നെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് തന്നെ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. സതുദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ മാർഗമല്ല നിങ്ങളുടെ പരിഹാര മാർഗം. നിങ്ങളുടെ പരിഹാര മാർഗം നിങ്ങളുടെ കീപ്പ് യുവർ ഓൺ ഹൗസ് ഇൻ ഓർഡർ. അതില്ലെങ്കിൽ പോലീസിൽ എത്ര സ്വാധീനമുണ്ടെങ്കിലും, രാഷ്ട്രീയമായ എന്തെല്ലാം സ്വാധീനമുണ്ടെങ്കിലും വരാൻ പോകുന്ന വലിയ ദുരന്തത്തെ തടുത്തു നിർത്താൻ സാധ്യമല്ല എന്നതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന, വിലമതിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഇപ്പോഴുള്ള ഭാരവാഹികളോട് പറയാൻ തോന്നുന്നത്. ഇനിയും ഈ ബിഷപ്പ് മാത്യൂസ് മോർ സിൽവേനസ് എന്ന് പറയുന്ന മഹാൻ നടത്തിയ പോലീസ് കംപ്ലയിൻ്റ് അനുസരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതായത് ആ കേസിൽ IPC കേസ് അതിൻ്റെ IPC 153, 120, 504, 386 ഇങ്ങനെയുള്ള ആ സെക്ഷൻസ് എടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സുനിൽ മാത്യു നടത്തുന്ന ഭയരഹിതമായ മാധ്യമ പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു. എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല. കേരളത്തിലുള്ള ഏതാണ്ട് 60 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുടെ ഇടയിൽ അയ്യോ ഒരൊറ്റ സുനിൽ മാത്യു മാത്രമേ ഉള്ളല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. ഒരു 10 സുനിൽ മാത്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭകൾ കുറച്ചുകൂടെ മാനമര്യാദയ്ക്ക്, ദൈവഭയത്തിലും നീതിബോധത്തിലും കഴിഞ്ഞതിന് ഇത്രമാത്രം അരാജകത്വത്തിലേക്ക് സഭകൾ വഴുതി പോകുകയില്ലായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ശ്രീ KP യോഹന്നാൻ എങ്ങനെയാണ് മരിച്ചതെന്നോ അതിലെന്താണ് ദുരൂഹതയെന്നോ എനിക്ക് യാതൊരു അറിവുമില്ല. ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം ഇത് വിദേശത്ത് നടന്നതാണ്. എനിക്ക് ഇത് സംബന്ധമായിട്ടുള്ള അന്വേഷണത്തിലുള്ള കഴിവോ ഇതിൻ്റെ സംഗതികൾ സംഭരിക്കാനുള്ള സാവകാശമോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല, പോയിട്ടുമില്ല. എന്നാൽ വളരെയധികം സ്വത്തുള്ളൊരു സഭയിൽ അതിൻ്റെ നേതാവ് പോയി കഴിഞ്ഞാൽ ന്യായമായും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നത് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതിവിടെ ഉണ്ടായോ ഇല്ലയോ എന്ന കാലം തെളിയിക്കും. എനിക്കതിനെപ്പറ്റി ഇപ്പം ഒന്നും പറയാൻ സാധ്യമല്ല.
അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ, എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം, ആരെങ്കിലും അപ്രിയമായ സത്യം വിളിച്ചു പറഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ചില ശക്തികൾ സംഘടിതമായി ആഞ്ഞടിക്കുകയും കഴിയുമെങ്കിൽ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിനേക്കാൾ ദുഃഖകരമാണ് അങ്ങനെ ആയിത്തീരുന്ന വ്യക്തികളെ സമൂഹം ഒറ്റപ്പെടുത്തും. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാം, എല്ലാവരും നിങ്ങളെ വലിയ വലിയ ആദർശ പുരുഷനായി നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത്, നിങ്ങളതാണ് ഇതാണ് മാടയാണ് കോടയാണെന്ന് പറയും. നമ്മളത് കേട്ട് വിശ്വസിക്കും. എന്നിട്ട് നമ്മൾ മനസാക്ഷിക്കനുസരിച്ച് സത്യസന്ധമായ നിലപാടെടുത്ത് നമ്മൾ വെള്ളത്തിലാകുമ്പോൾ ഇവരുടെ പൊടി കാണത്തില്ല. ക്രിസ്തു സമൂഹം അങ്ങനെയാണ്, വിശ്വാസികൾ അങ്ങനെയാണ്, ഭീരുക്കളാണ്. ഞാനത് നന്നായി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലായിത്തീരുമ്പോൾ അദ്ദേഹത്തെ കൈ ഒഴിയാൻ എനിക്ക് സാധ്യമല്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ചില ആളുകൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട് എന്നതുകൊണ്ട് അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തണം എന്ന് പറയുന്നതിനോട് ഒരു വിധത്തിലും എനിക്ക് യോജിപ്പാൻ സാധ്യമല്ല. അന്വേഷണം തുടരണം, യാതൊരു സംശയമില്ല. പക്ഷേ നീതിപൂർവമായിരിക്കണം, നിയമാനുസരണമായിരിക്കണം. അതുപോലെ തന്നെ ഒരാളുടെ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം നടത്തിയാൽ മറ്റേയാളുടെ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം നടത്തുക എന്നത് നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഒരാൾ പറഞ്ഞാൽ അന്വേഷിക്കും, മറ്റാൾ പറഞ്ഞാൽ അന്വേഷിക്കുകയില്ല എന്ന് പറയുന്നത് കേരള പോലീസിന് പറ്റിയ പരിപാടിയല്ല. അതുകൊണ്ട് DGPക്ക് കൊടുത്ത കംപ്ലയിൻ്റ് അനുസരിച്ച് ഉടനെ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പക്ഷാപാതപരമായൊരു നിലപാടാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ആളുകൾ എടുക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. എനിക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ഇത് പറയുന്നത് എത്രമാത്രം ഉചിതമാണെന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തെപ്പറ്റി സുനിൽ മാത്യുവിന് എല്ലാ അറിവുകളും കൊടുത്തത് ശ്രീ KP പുന്നൂസ് ആണ്. ശ്രീ KP പുന്നൂസ് KP യോഹന്നാൻ്റെ സഹോദരനാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിശ്വസനീയമാണ് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ വിചാരിച്ചാൽ അതെന്നെ അത്ഭുതപ്പെടുത്തുകയില്ല. അപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് പോലീസിന് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് സുനിൽ മാത്യുവിനെ അല്ല, KP പുന്നൂസിനെയാണ്. അതാണ്. ഇനിയും ഈ ഒരു കാര്യത്തിൽ വാസ്തവത്തിൽ എന്നെ അമ്പരപ്പെടുത്തുന്നൊരു കാര്യം, KP യോഹന്നാൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചാനലിൽ കൂടെ 10 തവണ പറയുക മാത്രമല്ല സുനിൽ മാത്യു ചെയ്തത്. വാസ്തവത്തിൽ സ്തുത്യർഹമായൊരു നിലപാടാണ്, ഒരു നടപടിയാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് മെയ് മാസം 28 സുദീർഘമായ ഒരു കംപ്ലയിൻ്റ് അയക്കുന്നു. അതിനകത്ത് ശേഖരിക്കാവുന്ന എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് അയക്കുന്നുണ്ട്. അതിനകത്തെ കംപ്ലയിൻ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: This petition is to bring to your notice the unrevealed facts and unlawful activities that culminated in the brutal car accident that killed Moran Mor Athanasius Johann, Bishop KP Yohannan, at Wills Point, Dallas, USA, outside the campus of Gospel for Asia on Country Road on May 7, 2007. ഇത് വളരെ വ്യക്തമാണ്, ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതിനകത്തെ അതുപോലെ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിനകത്ത് പിന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനകത്ത് സംശയം നിലനിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതൊന്നും വായിച്ച് കേൾപ്പിക്കുന്നില്ല, ദീർഘമായതുകൊണ്ട്. അപ്പോൾ ആ ഭാഗം വേണമെങ്കിൽ ഇച്ചിരി വായിച്ച് കേൾപ്പിക്കാം. It is really curious to notice that the accidental death of a world-renowned billionaire spiritual businessman has not raised any suspicion, nor any information regarding the driver who committed the accident has been divulged, not properly investigated even by the American authorities, and no one, including his wife, son, daughter or any close relative, have so far raised any complaint or demanded an inquiry in this regard. അങ്ങനെ അത് മുൻപോട്ട് പോകും. പിന്നെ ഇത് പറയുന്നത്
ദ ഗ്രൗണ്ട്സ് ടു സസ്പെക്റ്റ് ഫൗൾ പ്ലേ, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് കരുതുവാനുള്ള പശ്ചാത്തലം എന്താണ്, അടിസ്ഥാനം എന്താണ്. മറ്റൊരു സെക്ഷനിൽ പറയുന്നത് ഹൂ ഓൾ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്, സുദീർഘമായ ലിസ്റ്റുണ്ട്. മറ്റൊരു സെക്ഷനിൽ പറയുന്നത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് KP യോഹന്നാൻ. ഇതൊക്കെ വളരെ സഹായമാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക്. അവർ 10 ദിവസം അന്വേഷിച്ചാൽ കിട്ടാത്ത എല്ലാ ഡീറ്റെയിൽസും ഈ കംപ്ലയിൻറ്റിൽ തന്നെ സുനിൽ മാത്യു സമാഹരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് വാസ്തവത്തിൽ. സുനിൽ മാത്യു ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തേണ്ടതാണ്. ഈ I2I ഒക്കെ നിർത്തിയിട്ട് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സർവീസ് നടത്തിയാൽ തീർച്ചയായും വിജയിക്കും. ഞാൻ ഈ ഡോക്യുമെൻ്റ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇനിയും ഇതിൻ്റെ കോപ്പി, അതായത് DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരളയ്ക്ക് കൊടുത്ത ഈ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി I2I ന്യൂസ് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് പത്തനംതിട്ടയ്ക്ക് അയച്ചു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തിരുവല്ലയ്ക്ക് അയച്ചു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അയച്ചു. ഇതെല്ലാം 28 മെയ് മാസം ചെയ്ത കാര്യങ്ങളാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് സമയം ഒരാൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് മാത്രവുമല്ല, ഇത് സംബന്ധമായ പരാതി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇതിൻ്റെ ദുരൂഹത കാണിച്ച് ഇതിനെപ്പറ്റി ആക്ഷൻ എടുക്കണമെന്നും കാണിച്ച് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു. അങ്ങനെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അയച്ചു, അമേരിക്കയിലെ പല ഏജൻസീസ് അയച്ചു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ബഹുമാനത്തോടെ അല്ലെങ്കിൽ അല്പം മതിപ്പോടുകൂടെ കാണേണ്ട ഒരു ചുമതല ബോധം ഇതിലുണ്ട് എന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നവൻ്റെ സ്തുതി പാടിക്കൊണ്ടിരിക്കുക, അവന് വിടുവേല ചെയ്യുക, ഏതെങ്കിലും കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സത്യം വെളിയിൽ വരണമെന്ന്, അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന സംശയത്തെ ദൂരീകരിക്കത്തക്കവണ്ണം ഇത് അന്വേഷണമുണ്ടായി ഇതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അതെങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരു സഭയ്ക്കുള്ളിൽ പിളർപ്പുണ്ടാകത്തക്കവണ്ണം മനഃപൂർവ്വമായിട്ട് I2Iയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി, ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടാൽ അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് വെളിയിലൊരുത്തൻ ഒരു 10 ന്യൂസ് ഉണ്ടാക്കി, I2Iയോ ഏതും ആയിക്കോട്ടെ, മറുനാടനാണ് ഏറ്റവും നല്ല, മറുനാടൻ എൻ്റെ ഭാര്യ എന്നെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു 10 വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ 50 വീഡിയോ ഇട്ടു. ഈ വീഡിയോ കണ്ട് എൻ്റെ ഭാര്യ ഭിന്നിപ്പും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ അത് മറുനാടൻ്റെയോ I2Iയുടെയോ മറ്റേ ഏത് യൂട്യൂബ് ചാനലും ആയിക്കോട്ടെ, അവരുടെ നേട്ടമല്ല, എൻ്റെ പിടിപ്പുകേടാണ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന ദാരിദ്ര്യത്തെ മാത്രമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ഭാര്യയുമുള്ള ബന്ധത്തിൽ ഒരു ഗുണവുമില്ലെങ്കിൽ ആരെങ്കിലും വെളിയിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ ഉടനെ പോലീസിനെ വിളിച്ച് പറഞ്ഞു നിൽക്കും. ഇത് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയല്ല ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊരു സഭയെന്ന നിലയിൽ സഭയുടെ പ്രതികരണത്തിൽ ആത്മീയമായ ഒരു പക്വത കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യത്തിൻ്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകണം, ഒരാത്മധൈര്യം നമുക്കുണ്ടാകണം. അല്ലാതെ അവിടെയും ചാരി ഇവിടെയും ചാരി പോലീസിൻ്റെയോ സർക്കാരിൻ്റെയോ ബലപ്രയോഗത്തിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയമായ ബലഹീനത പൊതുരംഗത്ത് കുറച്ചുകൂടെ പ്രകടമായി കാണിക്കുന്നു എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എനിക്ക് ഇതിനകത്തുള്ള ആകെ താല്പര്യം, ഏതെങ്കിലും കാരണവശാൽ സുനിൽ മാത്യു എന്ന് പറയുന്ന ഈ ധീരനായ മാധ്യമപ്രവർത്തകൻ താൻ നടത്തിയ സത്യസന്ധമായ മാധ്യമ വേലയുടെ ഫലമായി
പീഡനം സഹിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന അവസ്ഥയാണെങ്കിൽ മനസാക്ഷിക്ക് വേണ്ടി അദ്ദേഹം പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തിനോട് നിൽക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. യേശു പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്റ്റേറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ അടിച്ചമർത്തുന്നത് ഒരു സഭയ്ക്ക് യോജിക്കുന്ന പരിപാടിയല്ല. തന്നെയുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്ത് ഇംഗ്ലീഷിൽ പ്രോസസ് ഈസ് എ പണിഷ്മെൻ്റ് എന്ന് പറയും. ഈ പറയുന്ന ആളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവനെ ഒരു പാഠം പഠിപ്പിക്കും. എങ്ങനെയാണെന്നറിയാം? പോലീസിനെ ഏൽപ്പിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഉടനെ മാധ്യമക്കാരെ വിട്ട് പടം വിട്ട് ഒരു പ്രോപ്പഗൻഡ ഉണ്ടാക്കി, ഇതാ കുറ്റവാളിയെ കൊണ്ട് അടച്ചിരിക്കുന്നു, അവനവിടെ കിടന്ന് ഗോതമ്പുണ്ട തിന്നുന്നു, അഴിക്കുള്ളിലാണ് അവൻ്റെ ഐറ്റുവായി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ കഴിയും. അതാണ് പ്രോസസ് ഈസ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കേസൊക്കെ നടന്ന് വരുമ്പോൾ ജഡ്ജി പറയും, നിങ്ങളെങ്ങനെ കേസുണ്ടാക്കിയെന്ന് ചോദിക്കും. വെറുതെ വിടും. അപ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ഊപ്പാട് കഴിഞ്ഞിരിക്കും. അപ്പോൾ നീതി ന്യായം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികാരികൾ അനീതികൾ പ്രവർത്തിക്കും. അതിൻ്റെ പേരാണ് പ്രോസസ് ഈസ് പണിഷ്മെൻറ്റ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ സമൂഹം ഒറ്റപ്പെടുത്തി അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിച്ച് അവരെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അവരോടുകൂടെ ചേർന്ന് നിൽക്കുക, സത്യത്തിനും നീതിക്കും അല്പമെങ്കിലും വില കൊടുക്കുന്ന ആളുകളുടെ അടിസ്ഥാന ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ i2i പ്രേക്ഷകരോടുള്ള എൻ്റെ പ്രത്യേകമായ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളേവരും ശ്രീ സുനിൽ മാത്യുവിൻ്റെ ഈ വെല്ലുവിളികളാർന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടെയുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തെ കൈവിടുകയില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അന്വേഷണം നടക്കട്ടെ, അത് പോലീസിൻ്റെ കടമയാണ്, അവരുടെ അവകാശമാണ്. പക്ഷേ അതിൻ്റെ ക്രമത്തിൽ മാത്രമേ നടക്കാവൂ. മറ്റ് ശക്തികളുടെ കളിപ്പാവുകളായി പോലീസ് പ്രവർത്തിക്കുകയില്ല എന്നൊരു പ്രത്യാശയിൽ ഈ ഒരു സാഹചര്യത്തിൽ അസ്വസ്ഥതയിൽ കഴിയുന്ന ഒരു കുടുംബത്തോടുള്ള എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും ഐക്യദാർഢ്യവും ദൈവസന്നിധിയിൽ ദൈവം സാക്ഷിയായി പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് സേവനവും ചെയ്യുവാൻ ഞാനും എൻ്റെ ഭാര്യയും തയ്യാറാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നീതിയും സത്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കാൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ നിലപാട്. ഏവർക്കും വീണ്ടും നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.